എല്ലാ മാന്യപ്രേക്ഷകർക്കും ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺ ആൻഡ് ട്രിപ്പിൾ ബോട്ടം പാറ്റേൺ പഠിക്കാം. ആദ്യം നമുക്ക് ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺ പഠിക്കാം. ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു ലോങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, വളരെ നാളുകൊണ്ട് അപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കിൽ സംഭവിക്കാവുന്ന ഒരു പാറ്റേൺ ആണ് ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺ എന്ന് പറയുന്നത്. ആ സ്റ്റോക്ക് മുകളിലേക്ക് പോയിട്ട് ഒരു പ്രത്യേക പോയിന്റിൽ ഒരു പ്രത്യേക ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടുന്ന് അത് ഒരു റീട്രേസ്മെൻറ്റോടെ താഴേക്ക് വന്നു. ഒരുപാടൊന്നും താഴേക്ക് പോയില്ല, കുറച്ച് താഴെ അതൊരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ആ സ്റ്റോക്ക് മുകളിലേക്ക് വിട്ട് നേരത്തെ എവിടെയാണോ ഹൈ ക്രിയേറ്റ് ചെയ്ത് ഏകദേശം ആ ലെവലിൽ തന്നെ വീണ്ടും ഒരു സെക്കൻഡ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്റ്റോക്ക് വീണ്ടും താഴേക്ക് വന്നിട്ട് നേരത്തെ ആദ്യമേ ക്രിയേറ്റ് ചെയ്ത ലോയിൽ ആ ഒരു റേഞ്ചിൽ വീണ്ടും അവിടുന്ന് റീബൗൺസ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോയി. അങ്ങനെ മുകളിലേക്ക് പോയി മൂന്നാമത്തെ വട്ടവും നേരത്തെ ഹൈ ക്രിയേറ്റ് ചെയ്ത അവിടെ വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്റ്റോക്ക് താഴേക്ക് വരികയാണ്. ഇത്രയും സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇനി ഈ സ്റ്റോക്ക് നാലാമതും മുകളിലത്തെ ഹൈയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് താഴത്തെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, താഴത്തെ ലോ നമുക്ക് സപ്പോർട്ട് എന്ന് വിളിക്കാം, ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് വളരെയധികം താഴേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കാം. ട്രിപ്പിൾ ടോപ്പ് പാറ്റേണിൽ 3 ഹൈ ആയിരിക്കും ഏകദേശം ഒരേ പോയിന്റിൽ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ആ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻ്റ്. അതുപോലെ തന്നെ 2 ലോ ആയിരിക്കും ആ സ്റ്റോക്ക് ഏകദേശം ഒരേ പോയിന്റിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ആ പോയിൻ്റാണ് അതിൻ്റെ സപ്പോർട്ട്. ഈ പോയിൻ്റ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നാൽ സ്റ്റോക്ക് വളരെയധികം ഡൗണിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ ഒരു പാറ്റേൺ ആണ് ഡബിൾ ടോപ്പ് പാറ്റേൺ. ഞാൻ പറയാത്തതിന് കാരണം, നമുക്ക് ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ടോപ്പ് ഈസിയാണ്. അതിൽ തന്നെ ഉണ്ട് ഡബിൾ ടോപ്പിൽ 2 ഹൈ മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. 2 ഹൈ ക്രിയേറ്റ് ചെയ്ത് സ്റ്റോക്ക് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ബട്ട് ചില സ്റ്റോക്കുകൾ 3 ഹൈ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതാണ് ഈ ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺ. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡബിളും മനസ്സിലാക്കാൻ പറ്റും. ഡബിളിൽ 2 ഹൈ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ സപ്പോർട്ട് ഏകദേശം ഒരു പോയിന്റിലാണ് സപ്പോർട്ട്, 1 പോയിന്റിൽ സപ്പോർട്ട് അത് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സപ്പോർട്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്ത സപ്പോർട്ട് എവിടെയാണ് അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് താഴേക്ക് പോകുമെന്ന് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ഈ കൂടെ തന്നെ ഡബിൾ ടോപ്പ് പാറ്റേണും കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഈ പാറ്റേണുകളിലൊക്കെ വോളിയത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. ബയ്യേഴ്സിൻ്റെ വോളിയം കുറഞ്ഞ് വരുന്നതായിട്ട്, ഇത് ഈ ഒരു ടോപ്പ് പാറ്റേൺ ആയതുകൊണ്ട് പിന്നെ റിവേഴ്സലിനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ വോളിയം കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബയ്യേഴ്സ് ശോഷിച്ച് ഓരോ പാറ്റേണും ഓരോ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോഴും ബയ്യേഴ്സ് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ വോളിയത്തിൽ ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാറ്റേൺ റിവേഴ്സ് ചെയ്യുവാണ്. ഒന്നെങ്കിൽ അത് ഡബിൾ ടോപ്പ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് റിവേഴ്സ് അടിക്കും, അല്ല എങ്കിൽ അത് ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് റിവേഴ്സ് അടിക്കും. മൂന്നാമത്തെ ഹൈ എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ബയ്യേഴ്സ് ഒട്ടും ഉണ്ടാവില്ല, വളരെ കുറവ് ബയ്യേഴ്സ് ആയിരിക്കും. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു സെല്ലേഴ്സ് നന്നായിട്ട് വരും. കാരണം താഴെ നിന്ന് വാങ്ങിയവരൊക്കെ പ്രോഫിറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഹൈസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. താഴെ നിന്ന് വാങ്ങിയ ഇൻവെസ്റ്റേഴ്സ് ട്രേഡേഴ്സ് ഒക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വരുന്നത്. ഈ ഹൈയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അവിടെ തീരെ വോളിയം കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം അത് ബ്രേക്ക് ചെയ്തു പോയ ഹൈ വോളിയം വന്നിട്ട് സ്റ്റോക്ക് മുകളിലേക്ക് പോകും. പക്ഷേ ആ സമയത്ത് വോളിയം കുറവായിരിക്കാം. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ഡൗൺ ആയി വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് വോളിയത്തിൻ്റെ ഇൻഡിക്കേഷനിൽ മനസ്സിലാക്കാൻ പറ്റും. ട്രിപ്പിൾ ടോപ്പ് പാറ്റേണിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ട്രിപ്പിൾ ബോട്ടം പാറ്റേൺ. താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക്, വളരെ നാളുകൊണ്ട്, ചിലപ്പോൾ ഒരു വർഷമൊക്കെ കൊണ്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക്, അങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ നമ്മൾ വാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഉള്ള ചാർട്ടുകൾ ലൈവായിട്ട് കിട്ടും. ഈ സംഭവം നമുക്കറിയാമെങ്കിൽ സുഖമായിട്ട് നമുക്കതിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ട്രിപ്പിൾ ബോട്ടത്തിൽ ലോയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു സപ്പോർട്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോ 1, ലോ 2, ലോ 3 എന്ന് ഇങ്ങനെ 3 ലോസ് ഇത് ക്രിയേറ്റ് ചെയ്യും. ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് ഒരു സപ്പോർട്ട്, അത് സപ്പോർട്ടാണ്. ഈ ലോസ് എല്ലാം ഇവിടെ സപ്പോർട്ടാണ്. ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കുറച്ച് റീട്രേസ്മെൻറ്റോട് കൂടി അത് മുകളിലേക്ക് പോകും. മുകളിലേക്ക് കുറച്ച് വോളിയൊക്കെ എവിടെ ഉണ്ടാകും, കുറച്ച് വോളിയത്തോടു കൂടി മുകളിലേക്ക് പോകും. മുകളിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ വോളിയം കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റോക്ക് താഴേക്ക് വരും. നേരത്തെ എവിടെയാണോ ലോ ക്രിയേറ്റ് ചെയ്ത് അവിടെ തന്നെ ഇത് ഏകദേശം ആ ഒരു റേഞ്ച് വന്നിട്ട് വീണ്ടും ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകാനൊരു ശ്രമം നടത്തും. വീണ്ടും നേരത്തെ മുകളിലേക്ക് പോയ ആ പൊസിഷനിലെത്തി
അവിടുന്ന് വീണ്ടും ഇത് താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. കാരണം അവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ ബയ്യേഴ്സ് ഇല്ല, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ബയ്യേഴ്സ് ഇല്ലാതെയാകുകയാണ് ചെയ്യുന്നത്. അത് മുകളിലെത്തും പിന്നെ നേരത്തെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്താണ്, അപ്പോൾ ആ ഹൈ കഴിഞ്ഞ് മുകളിലേക്ക് വാങ്ങാൻ ആളില്ല. അങ്ങനെ വീണ്ടും ആ സ്റ്റോക്ക് താഴേക്ക് വരുന്നു. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ലോയും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ മൂന്നാമത്തെ ലോയും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് സപ്പോർട്ട്, സ്ട്രോങ് സപ്പോർട്ടാണെങ്കിൽ അവിടുന്ന് താഴെ പോകില്ല സ്റ്റോക്ക്. അവിടുന്ന് ആ സ്റ്റോക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് നമുക്ക് ഏകദേശം ഉറപ്പിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇനി ഇത് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ടെക്നിക്കൽ അനാലിസിസ് പഠിച്ചവർക്കല്ല ഈ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ കണ്ണിങ് ആയിട്ടിരിക്കും, വാങ്ങാൻ റെഡി ആയിട്ടിരിക്കും ആ ഒരു സമയത്ത്. കാരണം അത് 3 പ്രാവശ്യം ലോ ക്രിയേറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് എടുത്തിട്ട് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ആ സ്റ്റോക്ക് താഴെ പോകുന്നില്ല. 3 പ്രാവശ്യവും അത് ബ്രേക്ക് ചെയ്ത് താഴെ പോകുന്നില്ലെങ്കിൽ സ്റ്റോക്ക് സ്ട്രോങ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്ക് അടുത്ത ഒരു ജമ്പിന് നമ്മുടെ റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോകാനുള്ള സർവ്വസാധ്യതയുണ്ട്. അത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നത് ഇതിലും വോളിയം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുന്നു, അതിന് അനുസരിച്ച് വോളിയവും കൂടുന്നു. പ്രൈസും വോളിയവും ഒരുമിച്ച് കൂടുമ്പം സ്റ്റോക്ക് മുകളിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. പ്രൈസ് കൂടുവാണല്ലോ, അപ്പോൾ മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ വോളിയത്തിൻ്റെ ക്യാൻഡിലുകൾ ഇത് ചെക്ക് ചെയ്ത് നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡബിൾ ബോട്ടം, ട്രിപ്പിൾ ബോട്ടം, ഡബിൾ ബോട്ടം ഉണ്ട്. ഡബിൾ ബോട്ടം ഇതിൽ 2 ബോട്ടമാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. സെയിം തന്നെ ട്രിപ്പിൾ ബോട്ടത്തിൻ്റെ സെയിം തന്നെയാണ്. ട്രിപ്പിൾ ബോട്ടത്തിൽ 3 ബോട്ടം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഡബിൾ ബോട്ടത്തിൽ 2 ബോട്ടം മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അത്ര ഒരു കാര്യമുള്ളൂ. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കിയിരിക്കുമ്പോൾ ഡബിൾ ബോട്ടം ഉണ്ട്, അതിൻ്റെ കൂടെ ട്രിപ്പിൾ ബോട്ടം ഉണ്ട്. ട്രിപ്പിൾ ബോട്ടം വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, 3 വട്ടവും സപ്പോർട്ട് എടുത്തതുകൊണ്ട്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനും ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിനും ഒരുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാറ്റേണാണ്. പല സ്റ്റോക്കുകളിലും ഈ പാറ്റേൺ ഫോം ചെയ്യുന്നത് നമ്മൾ തന്നെ ലൈവിൽ തന്നെ നമ്മളത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ്. നമ്മൾ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന സ്റ്റോക്കുകൾ മതി, അല്ലെങ്കിൽ നിഫ്റ്റി 50 സ്റ്റോക്കുകൾ വാച്ച് ചെയ്താൽ വലിയ പ്രശ്നമില്ലാത്ത സ്റ്റോക്കുകളാണല്ലോ. അതിലെ സ്റ്റോക്കുകൾ നമ്മൾ എടുക്കുക, ചാർട്ട് എടുക്കുക, ടൈം ഫ്രെയിം അങ്ങനെയൊന്നുമില്ല, ഡെയിലി ചാർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അവർലി ചാർട്ട് കൊടുക്കാം. അങ്ങനെയുള്ള ചാർട്ടുകളിൽ വളരെ ഷോർട്ട് ടൈം ആണെങ്കിൽ നമുക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കൊടുക്കുക. അങ്ങനത്തെ ചാർട്ടിലൊക്കെ ഇത് കിട്ടാൻ പാടായിരിക്കും. ഇനി ഡെയിലി ചാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 ഇയർ ഒക്കെ എടുത്ത് ഡെയിലി ചാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള പാറ്റേണുകൾ അപ്പിയർ ആകുന്നത് നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ ഇതേപോലെയുള്ള ചാർട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ എൻട്രി എടുക്കേണ്ടത് ഇപ്പോൾ ടോപ്പിൽ ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺ ആണെങ്കിൽ എൻട്രി എടുക്കേണ്ടത് റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോകുമ്പം ഇപ്പോൾ റെസിസ്റ്റൻ്റെ മുകളിൽ നമ്മളൊരു എൻട്രി എടുക്കുക. ആ എൻട്രിയുടെ ടാർജറ്റ് എന്ന് പറയുന്നത്, ഇത് ഷോർട്ട് ടൈം പ്ലേയേഴ്സിനെ ഉദ്ദേശിച്ചാണ് ഈ ടാർജറ്റ് പറയുന്നത്. ലോങ് ടൈമിനൊക്കെ ഹോൾഡ് ചെയ്യാം, നോ പ്രോബ്ലം. ഷോർട്ട് ടൈമുകാരുടെ ടാർജറ്റ് എന്ന് പറയുന്നത് ആ റെസിസ്റ്റൻറ്റും സപ്പോർട്ടും ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത്രയും ലെങ്ത്ത് മുകളിലേക്ക് ആണ് അതിൻ്റെ ടാർജറ്റ് എന്ന് പറയുന്നത്. ട്രിപ്പിൾ ബോട്ടത്തിലും സെയിം പോലെ ട്രിപ്പിൾ ബോട്ടത്തിൽ സപ്പോർട്ടും റെസിസ്റ്റൻറ്റും ഇടയിലുള്ള ലൈന് അല്ലെങ്കിൽ ഇടയിലുള്ള മെഷർമെൻറ്റ് ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യാം. ആ ലെങ്ത്ത് തന്നെയായിരിക്കും മുകളിലേക്കുള്ള ടാർജറ്റും. ഓക്കെ, നമ്മളിവിടെ എൻട്രി എടുക്കേണ്ടത് റെസിസ്റ്റൻറ്റിൻ്റെ മുകളിൽ തൊട്ട് മുകളിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ബൈ എൻട്രിയാണ് എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നത്. ഇപ്പോൾ റെസിസ്റ്റൻറ്റ് കട്ട് ചെയ്ത് മുകളിലേക്ക് പോകണം, എന്നാൽ മാത്രമേ എൻട്രി എടുക്കാൻ പാടുള്ളൂ. രണ്ട് കേസിലും റെസിസ്റ്റൻറ്റ് കട്ട് ചെയ്ത് മുകളിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് വോളിയം ചെക്ക് ചെയ്താൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അവിടെ വോളിയം കൂടി വരുന്നതായിട്ട് മനസ്സിലാവും, വോളിയം വിത്ത് പ്രൈസ് കൂടി വരുന്നതായിട്ട് മനസ്സിലാവും. ഇത് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില കേസുകൾ നമുക്കറിയാം വോളിയം കൂടുന്നുണ്ട്, പ്രൈസ് കൂടുന്നില്ല. അവിടെ എന്താ സംഭവിക്കുക? വോളിയം കൂടുന്നുണ്ട്, സെല്ലേഴ്സ് വന്നുകൊണ്ടിരിക്കുക, ബയ്യേഴ്സും ഉണ്ട് സെല്ലേഴ്സും ഉണ്ട്. പക്ഷേ ബയ്യേഴ്സ് സെല്ലേഴ്സ് പറയുന്ന പ്രൈസിനൊന്നും വാങ്ങാൻ ബയ്യേഴ്സ് റെഡിയല്ല. അതുകൊണ്ട് പ്രൈസ് കൂടുന്നില്ല. എനിവേ വോളിയം അവിടെ കൂടുന്നുണ്ട്. ആ വോളിയം ചിലപ്പോൾ സെല്ലേഴ്സിൻ്റെ വോളിയം ആയിരിക്കാം. ഇങ്ങനത്തെ സ്റ്റോക്കുകളിൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പ്രൈസും ഇൻക്രീസ് ചെയ്യും. കാരണം സെല്ലേഴ്സ് ഇച്ചിരി കയറ്റി പ്രൈസ് ഇട്ടാലും ബയ്യേഴ്സ് റെഡിയാണ് അവിടുന്ന് വാങ്ങാൻ. കാരണം അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം, ഇത് കയറിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ വോളിയം കൂടുന്നതനുസരിച്ച് പ്രൈസും കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ കാണുമ്പോൾ നമുക്കിപ്പോൾ എല്ലാ ദിവസവും വോളിയം ഒക്കെ എടുത്ത് നോക്കാൻ അറിയാമല്ലോ. നമുക്കിപ്പോൾ വോളിയം ഇൻഡിക്കേറ്റർ തന്നെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻഡിൽ രൂപത്തിൽ വോളിയം കാണും. അപ്പോൾ ക്യാൻഡിലിൻ്റെ വലിപ്പം നോക്കിയാൽ മതി. ആദ്യത്തെ ദിവസത്തെ കഴിഞ്ഞും രണ്ടാമത്തെ ദിവസം വലിപ്പം കൂടുതലുണ്ട്, അവിടെ വോളിയം കൂടുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തെ ദിവസം അതിലും വലിപ്പം ഉണ്ടെങ്കിൽ വീണ്ടും അവിടെ വോളിയം കൂടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ കൂടെ പ്രൈസും കൂടെ കൂടുന്നുണ്ട്. ബയ്യേഴ്സ് കുറച്ച് വില കൂടിയാലും അതിൽ വാങ്ങാൻ അവർ വില്ലിങ് ആണ്. അതിൻ്റെ അർത്ഥം ഈ ബയ്യേഴ്സിന് സ്റ്റോക്ക് മുകളിലേക്ക് പോകും എന്ന് ഏകദേശം ഒരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് അവർ അത് അങ്ങനെ വാങ്ങുന്നത്. അപ്പോൾ ഈ ട്രിപ്പിൾ ബോട്ടവും അതുപോലെ തന്നെ
ട്രിപ്പിൾ ടോപ്പ് പാറ്റേണും ബോട്ടം ടോപ്പ് പാറ്റേണും അതുപോലെ തന്നെ ഡബിൾ ടോപ്പ് ഡബിൾ ബോട്ടം പാറ്റേൺസും ഒക്കെ നമുക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഓക്കെ, ഞാൻ ഇതിൽ വീഡിയോ ഏകദേശം ചുരുക്കുകയാണ്. ഇത് ഈ ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചാർട്ടിങ്ങിൽ കൂടെ കണ്ടെത്താൻ പറ്റും. ചാർട്ടിങ്ങിൽ ഞാൻ ഇപ്പോൾ പിക്ചർ കാണിക്കാം, ഇത് കാണിക്കാം. അപ്പം അതിലൊന്ന് നോക്കുക. അതിൽ നോക്കിയിട്ട് വോയിസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ മനസ്സിലാകും നിങ്ങൾക്ക് ആ പിക്ചർ കാണും. കാരണം ഇതിനു മുമ്പ് നമ്മൾ 2 വീഡിയോയിലും വളരെ വിശദമായിട്ട് പല പാറ്റേൺസുകളും ചാർട്ടിങ്ങിൽ കൂടെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന പോലെ നിങ്ങൾക്ക് ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺ, ബോട്ടം പാറ്റേൺ ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല, അതുകൊണ്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക കിട്ടുമെന്നുള്ളത്. എനിവേ ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺ സാധ്യതയുള്ള സ്റ്റോക്കുകൾ പല ഇൻഡിക്കേഷൻ പല സ്ക്രീനേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാ സ്ക്രീനേഴ്സും 1 ഡേ ബിഫോർ അങ്ങനെ പല സ്ക്രീനേഴ്സും ഉണ്ട്. ആ സ്ക്രീനേഴ്സ് എല്ലാം ചെക്ക് ചെയ്ത് പഠിക്കാൻ ഉപകരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടെക്നിക്കലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.